ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈബർ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് കേക്ക് റൊട്ടേറ്റിംഗ് ടേബിളാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. 5 kg വരെ താങ്ങും. അപ്പോൾ നമുക്കിതെങ്ങനെ നിർമ്മിക്കുന്നത് കാണാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എടുക്കുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളെ ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മുന്നത്തെ വീഡിയോ ആയിരുന്നു എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ ഒരു ബീറ്റർ നിർമ്മിക്കാമെന്ന്. കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായത് ഒരു ബാരിങ്, ഒരു ബോൾട്ട്, 3 നട്ട്, പിന്നെ വാസർ, പിന്നെ ഒരു PVC പൈപ്പിൻ്റെ പീസ്, പിന്നെ ഒരു മൂടി. ഇത് നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഒക്കെ ഒരു മൂടിയാണ്. അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള മൂടിയായാലും മതി. ഒരു പൈപ്പിൻ്റെ ടോപ്പ് 32 mm ആണ്. പിന്നെ ഒരു പ്ലൈവുഡിൻ്റെ പീസ്. ഇത് നമ്മൾ റൗണ്ടിൽ ഇവിടെ നിന്ന് ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ റൗണ്ട് കട്ട് ചെയ്ത് സെൻറ്ററിലൊരു ഹോള് വേണം. നമുക്ക് ഈ ബാരിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഈ ബോൾട്ടും നെട്ടും ഇട്ട് കൊടുക്കാം. വാസർ വെച്ചിട്ട് നമുക്ക് ആ നെട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്യണം. നന്നാക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ മൂടി എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ആ ബോൾട്ട് കയറുന്ന രൂപത്തിൽ ഒരു ഹോളാവണം. നമുക്ക് ആ ഹോളിലോട്ട് ഇത് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ടിംഗ് പ്ലെയറോ സ്പാൻഡറോ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ നെട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നെട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ആ PVC അതിനോട്ട് കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഉരുക്കിയിട്ട് കറക്റ്റ് ഭാഗത്തിൽ നിന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. നല്ല ഗമ്മ് ഒട്ടിക്കുന്നത് നല്ലതാണ്. പോരാത്ത രൂപത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ഇനി നമുക്കൊരു പാകത്തിൽ കട്ട് ചെയ്യാം. പിന്നെ കുറച്ച് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഹൈറ്റിൽ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ടോപ്പ് ഇട്ട് കൊടുക്കാം. മുകളിൽ ആ ടോപ്പ് ഇട്ടു. ടോപ്പ് നന്നായിട്ട് നമ്മൾ ഒട്ടിക്കണം ഗമ്മ് കൊണ്ട്. പിന്നെ നമുക്ക് ആ പ്ലൈവുഡ് ഇതിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം, എക്സ്ട്രാ വരുന്ന ഭാഗം എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയാം. നമ്മളൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തു. നമുക്കിത് ഗമ്മ് കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ച് അതിൽ വെക്കാം. നന്നായിട്ട് ഒട്ടിച്ചു. ഒരേ ലെവലിലാവണം. ഇനി നമുക്ക് ആ മേൽഭാഗം നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ചെറിയ ടോപ്പ് വെച്ചിട്ട് അടക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഗമ്മ് അതിലോട്ട് ഇറങ്ങാത്ത പോലെ നമ്മൾ അത് അടച്ചു. അങ്ങനെ നമുക്ക് ഇതിനെ മേലെ MC കൊണ്ടൊന്ന് ഒട്ടിക്കാം. അതിന് മുന്നേ ഈ സൈഡിൽ നമുക്ക് നല്ല ഗമ്മ് ഒട്ടിച്ചതിന് ശേഷം ആ പ്ലൈവുഡ് അതിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഗമ്മ് ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ MC കൊണ്ട് ഒട്ടിച്ച് കവർ ചെയ്യാം. അതുപോലെ മുകൾ ഭാഗവും നമുക്ക് MC കൊണ്ട് ഒട്ടിക്കാം.
പെൻസിൽ കൊണ്ട് ഒട്ടിച്ചു. ഇനി മറ്റേ ഭാഗവും നമുക്ക് പെൻസിൽ കൊണ്ട് ഇതുപോലെ ഒട്ടിക്കാം. നമ്മൾ രണ്ട് ഭാഗവും അതുപോലെ ഒട്ടിച്ചു. ഇനി നമുക്കൊന്ന് സ്റ്റിക്കറിങ് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ക്രീം പുരട്ടുന്നത് കാണാം. വളരെ എളുപ്പത്തിൽ നമുക്കിതിൽ ഇതുണ്ടെങ്കിൽ ക്രീം പുരട്ടാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ് ഇത് നിർമ്മിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് എടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.